ഇടുക്കി ജില്ലയിലെ വാഗമനത്തിലൂടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഒരു ട്രെക്കിംഗ് ആണ് വിൻഡി വാക്ക്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പുൽമേടുകളിലൂടെ നല്ല കുളിർമയേകുന്ന കാറ്റ് കൊണ്ട് നടക്കാൻ ഉള്ള അവസരമാണ് വിൻഡി വാക്ക്. കുമാരികുളത്തുള്ള ബുക്കിംഗ് സെന്ററിൽ നിന്നാണ് ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പിന്റെ കൂടെ ഒരു ഗൈഡ് വഴികാട്ടിയായി എപ്പോഴും ഉണ്ടാകും. ഓൺലൈൻ വഴിയും ഫോണിലൂടെയും ഒക്കെ ട്രെക്കിംഗ് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഒരാൾക്ക് 155 രൂപയാണ് ട്രെക്കിംഗ് ഫീസ്. മിനിമം 3 പേർ ഉണ്ടായിരിക്കണം ഗ്രൂപ്പിൽ. ഒറ്റയ്ക്കാണെങ്കിൽ വേറെ ഗ്രൂപ്പിന്റെ കൂടെ പോകുന്ന രീതിയിൽ ബുക്ക് ചെയ്യണം. ഞാൻ 4 പേർക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. ഈ സമയത്ത് തന്നെ വേറെ പല ഗ്രൂപ്പും വന്നിരുന്നെങ്കിലും അവർ ട്രെക്കിംഗ് തുടങ്ങാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനാൽ ഞങ്ങൾ 4 പേർക്ക് ഒരു ഗൈഡിനെ അനുവദിക്കുകയും ആദ്യം പോകാൻ സാധിക്കുകയും ചെയ്തു. രാവിലെ 7 മണി മുതൽ 10 മണി വരെയാണ് ട്രെക്കിംഗ് ആരംഭിക്കുന്ന സമയം. ഉച്ചകഴിഞ്ഞ് 2 മണിക്കും ഒരു ബാച്ചുണ്ട്. രാവിലെ തന്നെ പോകുന്നതാണ് വന്യമൃഗങ്ങളെ കാണാൻ നല്ലത്. ഇവിടെയുള്ള പുൽമേടുകളിൽ ആനക്കൂട്ടത്തെ കാണാൻ സാധിക്കും എന്നത് ഇങ്ങോട്ടേക്ക് ആളുകളെ ആകർഷിക്കുന്ന ഒരു ഘടകമാണ്. ആനകൾ മാത്രമല്ല, ചെന്നായിയും കുറുക്കനും മോഴയും കരടിയുമെല്ലാം ഈ കാടുകളിൽ ഉണ്ട്. വരുന്ന വഴിക്കും മലയുടെ മുകളിലുമെല്ലാം ധാരാളം ആനപ്പിണ്ടം കിടക്കുന്നത് കണ്ടിരുന്നതിനാൽ വലിയ പ്രതീക്ഷകളോടെയാണ് ഞങ്ങൾ മല കയറിയത്. മഴക്കാലത്ത് പുതിയ പുല്ല് കിളിർത്തു വരാനായി പുൽമേടുകൾക്ക് തീയിടുന്ന പതിവുണ്ട് ഇവിടെ. ഈ സമയങ്ങളിൽ ആനകൾ വനത്തിനുള്ളിലേക്ക് ഇറങ്ങുന്നതിനാൽ ഞങ്ങൾക്ക് അവയെ കാണാൻ സാധിച്ചില്ല. 2 ട്രെക്കിംഗ് ഓപ്ഷൻസ് ആണ് ഇവിടെയുള്ളത്, 3 മണിക്കൂറിന്റെയും 6 മണിക്കൂറിന്റെയും. ഞങ്ങൾ 3 മണിക്കൂറിന്റെയാണ് തിരഞ്ഞെടുത്തത്. പല മലനിരകൾ കയറിയിറങ്ങി 9 കിലോമീറ്ററോളം ദൂരം 3 മണിക്കൂർ കൊണ്ട് നമ്മൾ നടക്കുന്നു. 6 മണിക്കൂറിന്റെ പ്രോഗ്രാം ആണെങ്കിൽ കുറച്ചു ദൂരം കൂടുതൽ നടക്കണം. 2 ട്രെക്കിങ്ങും ഇടുക്കി റിസർവോയറിന് ചുറ്റുമുള്ള ഈ മലനിരകളിൽ കൂടെയാണ്. റിസർവോയറിന്റെ നല്ല വ്യൂ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നു. ഇടുക്കി റിസർവോയറിന്റെയും അതിന്റെ വൃഷ്ടി പ്രദേശങ്ങളുടെയും മനോഹരമായ ഈ കാഴ്ച കാണുമ്പോൾ ഇത്രയും ദൂരം നടന്നതിന്റെ എല്ലാ ക്ഷീണവും നമ്മൾ മറക്കും. അതിന്റെ കൂടെ തണുത്ത കാറ്റ് കൂടിയാകുമ്പോൾ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇരിക്കാൻ തോന്നും. ഈ മലമുകളിൽ നിന്ന് വാഗമണ്ണും ഇല്ലിക്കൽ കല്ലും അഞ്ചുരുളിയും മൂന്നാറിലെ മലനിരകളുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കയറി വന്ന വഴിക്ക് പകരം വേറെ റൂട്ടിലൂടെയാണ് തിരിച്ചിറങ്ങുന്നത്. ധാരാളം സഞ്ചാരികൾ എന്നും നടന്നു പോകുന്ന വഴിയായതിനാൽ പോകേണ്ട റൂട്ട് കൃത്യമായി മനസ്സിലാകും. വലിയ ആയാസമില്ലാതെ നടക്കാൻ പറ്റുന്നതിനാൽ മുതിർന്നവർക്കും കുട്ടികൾക്കുമെല്ലാം ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെക്കിംഗ് ആണ് വിൻഡി വാക്ക്. മടുക്കുമ്പോഴൊക്കെ ഇരുന്ന് വിശ്രമിച്ച് പതിയെ നടന്നാൽ മതി. പുല്ലുകൾക്കിടയിലൂടെ മലയിറങ്ങി ചെല്ലുന്നത് വനം പ്രദേശത്തേക്കാണ്. വെയിലിൽ നിന്ന് ഇവിടേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കുളിർമ അനുഭവപ്പെടും. മരങ്ങൾ തിങ്ങി വളർന്നു നിൽക്കുന്ന പ്രദേശമാണെങ്കിലും ഇവിടെയും വന്യജീവികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെയുള്ള നീർച്ചാലിൽ നിന്ന് നല്ല ശുദ്ധമായ വെള്ളം കുടിച്ചും മുഖം കഴുകിയും യാത്ര തുടരാം. കാടിനുള്ളിൽ നിന്ന് വീണ്ടും നമ്മൾ പുൽമേടുകളിലേക്കാണ് ചെല്ലുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഉള്ള സ്ഥലമാണെങ്കിലും ഇവിടെയുള്ള കർഷകർ പശുക്കളെ പുല്ല് തീറ്റിക്കാൻ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവരുന്നത്. ജനവാസ മേഖലയും വനത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഇലക്ട്രിക് ഫെൻസ് കടന്നാണ് നമ്മൾ ട്രെക്കിംഗ് ആരംഭിച്ചത്. ഇപ്പോൾ തിരിച്ചു നമ്മൾ ജനവാസ മേഖലയിലേക്ക് കടക്കുകയാണ്. ട്രെക്കിംഗ് ആരംഭിച്ച സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് 3 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മുടെ ഗൈഡ് അവിടേക്ക് പോകാൻ ഓട്ടോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മനോഹരമായ മലനിരകളിലൂടെ പ്രകൃതി ആസ്വദിച്ച് നടന്നതിന് ശേഷം റോഡിലൂടെയുള്ള നടപ്പ് ഒട്ടും സുഖകരമല്ല. അതിനാൽ മിക്കവരും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഓട്ടോയ്ക്കും ജീപ്പിനുമാണ് പോകാറ്. 6 മണിക്കൂറിന്റെ ഫുൾ ഡേ പ്രോഗ്രാമിന് വേണ്ടി വീണ്ടും ഇവിടേക്ക് വരണമെന്നുറപ്പിച്ചാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിയത്.